പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഞങ്ങൾക്കും പറയാനുണ്ട് ആരംഭിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൻ്റെ ഹൈക്കോടതി ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന പല വിഷയങ്ങളിലും കൃത്യമായ പരാമർശങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി കഴിഞ്ഞ നാളുകൾ ഇടപെട്ട പല കേസുകളെക്കുറിച്ചിട്ടും ഇപ്പോൾ പൊതുസ്ഥലം കയ്യേറിയുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിതോരണങ്ങൾ വെക്കുന്ന കാര്യങ്ങൾ, അതുപോലെ കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ, റോഡുകൾ പണിയുന്ന എഞ്ചിനീയർമാരുടെ ഉത്തരവാദിത്തമില്ലായ്മ, അങ്ങനെ ഒരുപാട് കേസുകൾ ഹൈക്കോടതി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു. ഇടപെടലുകളിൽ കൃത്യമായ ഒരു മേൽനോട്ടം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു നിരീക്ഷണം, ഒരു പരാമർശം ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ആഴ്ച നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുമ്പോൾ ചുമട്ടുതൊഴിൽ ഇപ്പോഴും നിലനിൽക്കുന്നതിലെ ആശങ്ക കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്നും അതുപോലെ തന്നെ നോക്കുകൂലി കേസ് പരിഗണിക്കുന്ന വേളയിൽ ചുമട്ടുതൊഴിൽ 21-ാം നൂറ്റാണ്ടിന് അതൊട്ടും ഭൂഷണമല്ല, അത് അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് കോടതി വീണ്ടും ആവർത്തിച്ചു. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിക്കാത്തതാണ് ചുമട്ടുതൊഴിൽ. ഇത് യന്ത്രങ്ങൾ ചെയ്യേണ്ട പണിയാണ്. അടിപിടിയും ഗുണ്ടായുസവും നടത്തിയല്ല, അത് നടത്തുന്നതല്ല ചുമട്ടുതൊഴിൽ. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ചുമട്ടുതൊഴിൽ തുടരണമെന്ന് നിർബന്ധം. ചുമട്ടുതൊഴിലാളികളെ പുനരധിവസിപ്പിക്കണം എന്നും കോടതി പറഞ്ഞു. അതോടൊപ്പം പോത്തൻകോട് കഴിഞ്ഞ ദിവസം നടന്ന ക്രൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യുവാക്കൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മയാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ അതിഥികൾ INTUC നേതാവ് VR പ്രതാപൻ, തൊഴിൽ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ എന്നിവരാണ്. അതോടൊപ്പം പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം. അതിഥികളിലേക്ക്, രണ്ട് അതിഥികൾക്കും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ പ്രതാപൻ, കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ 2 തവണ ഇടപെടുന്നത് ചുമട്ട് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ചുമട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ചുമട്ട് തൊഴിൽ എന്ന് പറയുന്നത് കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ നിലനിന്ന് വരുന്ന ഒരു വലിയ സംഘടിത മേഖലയാണ്, സംഘടിതമായ തൊഴിലാളികളാണ്. അത് അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. പക്ഷേ കോടതിയുടെ നിരീക്ഷണം, കോടതിയുടെ ഉദ്ദേശം വ്യക്തമാണ്, എത്രയും പെട്ടെന്ന് ഈ ചുമട്ട് തൊഴിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ പൊതു അഭിപ്രായം? കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ വളരെ വ്യക്തമായ ഒരു നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് തൊഴിലെടുക്കുന്നവരാണ്. ഒരുപക്ഷെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലാത്ത തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തി ഒരു നിയമപരിരക്ഷയുള്ള ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൈത്തറക്ക് മേഖലയിൽ പണിയെടുക്കുന്നത്. കൃത്യമായ രജിസ്ട്രേഷനുള്ള അംഗീകൃത തൊഴിൽ കാർഡുള്ള 1,10,000 ആളുകളാണ് കൈത്തറക്ക് മേഖലയിൽ പണിയെടുക്കുന്നത്. ഏതാണ്ട് അത്രത്തോളം ആളുകൾ രജിസ്ട്രേഷൻ ഇല്ലാതെ, കാർഡില്ലെങ്കിൽ പോലും പരമ്പരാഗതമായി ചെയ്തു വരുന്ന ജോലിയുടെ ഭാഗമായി ഇതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് ജോലി ചെയ്യുന്നു. ഏതാണ്ടൊരു 2,25,000-ഓളം ആളുകൾ ഈ മേഖലയിൽ ഒരു ദിവസം ജോലിയെടുത്ത് ഉപജീവനം നടത്തുന്നവരാണ്. കോടതിയുടെയും ഇപ്പം നീതിപീഠങ്ങളുടെ നിരീക്ഷണങ്ങളും ഇടപെടലുകളുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അതിനകത്ത് ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തേണ്ടതുമാണ്. പക്ഷേ ചുമട്ടുതൊഴിലാളി മേഖലയെക്കുറിച്ച് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ അതൊരു മനോഭാവത്തിൻ്റെ കൂടി പ്രശ്നമാണ്. കാര്യം, ചുമട്ടുതൊഴിലാളികൾ മാത്രമാണ് കേരളത്തിലെ സംരംഭങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്, വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നത്. ഈ പറഞ്ഞ 1,10,000 വരുന്ന ചുമട്ടുതൊഴിലാളികൾ മാത്രമാണ്, അല്ലെങ്കിൽ 2 ലക്ഷം ചുമട്ടുതൊഴിലാളികൾ മാത്രമാണെന്നൊരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് ചുമട്ടുതൊഴിലാളി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ കൈത്തറക്ക് മേഖലയിൽ ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ മറ്റ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ള കേസുകളിൽ നിന്നും ഒരു 0.0% താഴെ വരുന്ന കേസുകൾ മാത്രമാണ് ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കോടതി ഇങ്ങനൊരു നിരീക്ഷണത്തിലേക്കും ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലെയുള്ള ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള സ്ഥിതി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം, കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു നിയമപരിരക്ഷയുള്ള, നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനം കയറ്റുന്നതിനും ഇറക്കുന്നതിനും വ്യക്തമായി 2 വർഷത്തിലൊരിക്കൽ കൂലി നിശ്ചയിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കി നമ്മുടെ നാട്ടിൽ കൂലി കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ ഇത്തരത്തിലൊരു ഇടപെടൽ വരുന്നത് നമുക്കെല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ പറയുന്നു ഇത് ഭൂതകാലത്തിൻ്റെ ശേഷിപ്പാണ്, ഇത് അവസാനിപ്പിക്കേണ്ട കാലമായി, യന്ത്രങ്ങൾ വന്നതോടുകൂടി ഇതെല്ലാം നിർത്തേണ്ടതാണ്. ഇപ്പോൾ ആധുനിക യന്ത്രങ്ങളും അത്യന്താധുനിക സൗകര്യങ്ങളും ഒക്കെ വന്നത് ഈ മേഖലയിൽ വളരെ അടുത്ത കാലത്താണ്. എത്ര യന്ത്രങ്ങൾ വന്നാലും
ഏതെല്ലാം സംവിധാനങ്ങൾ വന്നാലും ഇപ്പോൾ റോബോട്ടിനെ തന്നെ വ്യാപകമായി നമ്മൾ ഈ മേഖലയിൽ ഉപയോഗിച്ചാലും ചുമട്ട് തൊഴിലാളികൾ, കയറ്റിറക്ക് തൊഴിലാളികൾ ഈ മേഖലയിൽ അനിവാര്യമാണ് എന്നതൊരു സത്യമാണ്. അത് ഇതിപ്പോൾ പുനരധിവസിപ്പിക്കുന്ന കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം തിരിച്ച് ചോദിക്കട്ടെ, കേരളത്തിൽ ചാരായ നിരോധനം വന്ന കാലത്ത് ചാരായ ഷാപ്പുകളിൽ, കള്ള് ഷാപ്പുകളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് ശേഷം എത്രയോ ഗവൺമെൻറ്റുകൾ വന്നുപോയി, എത്രയോ സംവത്സരങ്ങൾ പിന്നിട്ടു. ഇതുവരെയും ആരെയും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഷിഹാസ് പറഞ്ഞതുപോലെ കോടതിയുടെ മറ്റൊരു നിരീക്ഷണം വന്നിരിക്കുന്നു. ആളുകൾക്ക് തൊഴിലില്ലാത്തത് കൊണ്ടാണ് ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. മനുഷ്യൻ്റെ കയ്യും കാലും പട്ടാപ്പകൽ വെട്ടി റോഡിലെറിയുന്നൊരു കാലത്തേക്ക് നമ്മൾ ചെന്നെത്തി നിൽക്കുന്നു. അവിടെ എത്തുമ്പോഴും നമ്മൾ പറയുന്നത് കൈത്തറക്ക് ചെയ്ത് ഉപജീവനം നടത്തുന്ന ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഇത് നിർത്തേണ്ട കാലമായിരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് INTUC എന്ന CITU അല്ല AITUC ചുമട്ട് തൊഴിലാളി മേഖല ട്രേഡ് യൂണിയനുകളെല്ലാം മനസ്സിലാക്കുന്നത് ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ, കോടതിയെ ധരിപ്പിക്കുന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് ബന്ധപ്പെട്ടവർ പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, കോടതി ഒരു കൃത്യമായ ഒരു പുനരധിവാസത്തിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയും അത് സർക്കാരിന് കൊടുക്കുകയും സർക്കാർ കൃത്യമായ ഒരു പുനരധിവാസം ചെയ്യാൻ മുന്നോട്ട് വരികയും ചെയ്താൽ തൊഴിലാളികൾ ഇങ്ങനെ ചുമട്ടുതൊഴിൽ അവസാനിപ്പിച്ച് മറ്റൊരു മേഖലയിലേക്ക് കടക്കാൻ എത്രത്തോളം തയ്യാറാകും? നോക്കൂ, ആ മെക്കനൈസേഷൻ വന്നു, ആധുനിക സംവിധാനങ്ങൾ വന്നു. അപ്പോൾ എന്തെല്ലാം പിന്നെ ഈ സംവിധാനങ്ങളുണ്ടായാലും സംസ്ഥാനത്ത് ഈ പറയുന്ന 2.5 ലക്ഷം തൊഴിലാളികളെ ഈ എത്രയോ വർഷമായി തെരുവുകളിൽ, കടകളിൽ, കമ്പോളങ്ങളിൽ, കൂപ്പുകളിൽ, കടവുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ വർഷങ്ങളായി ജോലി ചെയ്ത് വരുന്ന തൊഴിലാളികളാണിവർ. ഈ വരുമാനം കൊണ്ടാണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അവരുടെ കുടുംബാംഗങ്ങളുടെ ചികിത്സ നടത്തുന്നത്. ഇവർക്ക് DA ഇല്ല, ഇവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, ചികിത്സാ സംവിധാനങ്ങളൊന്നുമില്ല. ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അന്നോടന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അവരുടെ കുട്ടികൾ പഠിക്കുന്നു, അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ചികിത്സയുടെ ആവശ്യമുണ്ട്, അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ പുനരധിവാസം ഇങ്ങോട്ട് നാളെ ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ മുതൽ നടപ്പിലാക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ ചോദിച്ചത്, ചാരായ നിരോധനം വന്ന കാലം മുതൽ, കള്ള് ഷാപ്പുകൾ നിയന്ത്രണം വന്ന കാലം മുതൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെ എങ്ങും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഇപ്പോഴത്തെ നിർത്താം. ഇതിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ സംരംഭകരല്ല, യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുകളല്ല, യഥാർത്ഥത്തിൽ പണം മുടക്കുന്നവരല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ പണം മുടക്കുന്നവരുടെയും സംരംഭകരുടെയും ഇടയിൽ നിൽക്കുന്ന കരാറുകാരുണ്ട്. ഈ കരാറുകാരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. 50 ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം വയ്ക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ 5 കോടി രൂപ മുടക്കി ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ 50 കോടി രൂപ മുടക്കി ഒരു വലിയ പാലം നിർമ്മിക്കുന്ന ഒരു സമയത്ത് എത്ര രൂപയാണ് ചുമട്ട് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടി വരുന്നത്? എത്ര രൂപ? എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് കവടിയാർ മുതൽ വെള്ളയമ്പലം വരെയുള്ള സ്ഥലത്തിനിടയ്ക്ക് സംസ്ഥാനത്തെ സിവിൽ സർവീസിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന വീട് അടുത്ത കാലത്ത് നവീകരിക്കുകയുണ്ടായി. അവിടെ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് നവീകരിച്ചത്. അവിടെ ചുമട്ട് തൊഴിലാളികൾ കൊടുത്തൊരു കൂലിയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. അത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വീട് വിൽക്കുന്ന ആൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര രൂപയാണ് ചുമട്ട് തൊഴിലാളിക്ക് കൊടുക്കുന്നത്, കൈത്തറക്ക് തൊഴിലാളിക്ക് കൊടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നാമമാത്രമായ തുകയാണ് കൊടുക്കുന്നത്. പക്ഷേ അതിനകത്ത് തൊഴിലാളികളിൽ മാറ്റം വരണം സർക്കാർ. എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഒരു ലോഡ് വന്നു നിന്നാൽ അവർ ചോദിക്കും, ആദ്യം 10,000 രൂപ ചോദിക്കും. യഥാർത്ഥത്തിൽ അതിനകത്ത് 2,000 അല്ലെങ്കിൽ 1,500 3,000 രൂപയ്ക്കുള്ള ഇതുകൊണ്ട് ചെയ്യാവുന്നൊരു തൊഴിലായിരിക്കും. പക്ഷേ തൊഴിലാളികളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. ആരുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം എന്നുള്ളത് തന്നെയാണ് നമ്മളും നോക്കുന്നത്. ഡോക്ടർ TP സേതുമാധവൻ, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ ഇടപെടലുകൾ, ഹൈക്കോടതി പറയുന്നത് 21-ാം നൂറ്റാണ്ടിന് ഒട്ടും ഭൂഷണമായതല്ല. അതുപോലെ ഈ തൊഴിലാളികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഹൈക്കോടതി കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. 60 വയസ്സിന് ശേഷം അവരുടെ ആരോഗ്യനില വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് മാറുന്നു. മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവിടെയൊക്കെ കംപ്ലീറ്റ്ലി ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ യന്ത്രവൽകൃതമായ ഒരു സാഹചര്യം വന്നിട്ടും അതിലേക്ക് കംപ്ലീറ്റ്ലി മാറാൻ നമ്മൾ ഒരുക്കമാവുന്നില്ല. ശരിക്കും ഈ ചുമട്ട് തൊഴിൽ അവസാനിപ്പിക്കേണ്ട സമയമായോ? ശരിക്കും പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നോക്കുകൂലി പ്രശ്നം ഉണ്ടാകുന്നത് ഉള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് ആണ്. ചുമട്ട് തൊഴിലാളികളുടെ എണ്ണം കൂടുതലും ചെയ്യാനും അവർക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് നോക്കുകൂലി കൂടുതലായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. രണ്ടാമത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നം, നേരത്തെ ശ്രീ പ്രതാപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവസന്ധാരണം, ലൈവ്ലിഹുഡ് അവർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ദിവസേന കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ ഫലപ്രദമായിട്ട് നമ്മൾ കോടതി പറഞ്ഞതിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെക്നോളജിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്.
ഇപ്പൊ നമ്മുടെ റീറ്റെയിൽ രംഗത്ത് വന്ന മാറ്റം നോക്കൂ. ഇപ്പൊ കോവിഡിന് ശേഷം ഓൺലൈൻ റീറ്റെയിൽ ഭയങ്കര ഫലപ്രദമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓൺലൈൻ റീറ്റെയിൽ കമ്പനികൾ, ഇ കോമേഴ്സ് കമ്പനികൾ വീടുകളിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ ജോലിയിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേത്, 60 വയസ്സിന് ശേഷം ഇവിടെ റിട്ടയർമെന്റ് ഉണ്ടോ ചുമട്ട് തൊഴിലാളികൾക്ക്, അതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കൂടുതലുള്ള പരമ്പരാഗത ചുമട്ട് തൊഴിലാളികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ അവരുടെ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നു, അതും അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അറിയേണ്ട കാര്യം, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയായ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2050 മൊത്തം തൊഴിൽ മേഖലയിൽ ഏതാണ്ട് 40% ഇപ്പോഴുള്ള തൊഴിലുകൾ ഇല്ലാതാകും, പുതിയ തൊഴിൽ മേഖലകൾ വരും. എല്ലാ അർത്ഥത്തിലും ഇപ്പൊ നേരത്തെ പ്രതാപൻ റോബർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗും ഇതൊക്കെ കൂടുതലായിട്ട് പ്രാവർത്തികമാക്കി വരുന്ന ഈ ഒരു കാലത്ത് പല രംഗത്തും ടെക്നോളജിയുടെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാർഷിക മേഖലയിൽ നോക്കൂ, കാർഷിക യന്ത്രവൽക്കരണം വളരെ ഫലപ്രദമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും, ഉൽപാദന രംഗത്തും സംസ്കരണ രംഗത്തും വളരെ, എന്തിനേറെ പാക്കിങ്ങിനും വിപണന രംഗത്ത് പോലും യന്ത്രവൽക്കരണം വളരെ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ വികസിത രാജ്യങ്ങളിലും ഈ കയറ്റിറക്കിൽ കൂടുതലായിട്ട് യന്ത്രവൽക്കരണം നടപ്പിലാക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും അറിയേണ്ടതുണ്ട്. വികസിത രാജ്യങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഈ ചുമട്ട് തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്. വികസിത രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യാനുള്ള ഒരു യാന്ത്രിക ശേഷി ഈ തൊഴിൽ മേഖലയിൽ കേരളത്തിന് അവകാശപ്പെടാനുള്ള ഒരു സമയമായിട്ടുണ്ടോ? വികസിത രാജ്യങ്ങൾ മാത്രമല്ല, വികസ്വര രാജ്യങ്ങൾ നോക്കൂ. വികസ്വര രാജ്യങ്ങളായ മറ്റു പാനേഷ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, ഏകദേശം സിംഗപ്പൂർ ആയാലും മലേഷ്യ ആയാലും ശ്രീലങ്ക ആയാലും അതുപോലെ മ്യാൻമാർ ആയാലും ബംഗ്ലാദേശ് ആയാലും ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ യന്ത്രവൽക്കരണം വളരെ ഫലപ്രദമായിട്ട് വരുന്നു. നമ്മൾ ഒരു കാര്യത്തിൽ യന്ത്രവൽക്കരണം വരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഉള്ള ചുമട്ട് തൊഴിലാളികൾക്ക് യന്ത്രവൽക്കരണം വരുമ്പോൾ അവർക്കൊരു അപ്സ്കില്ലിംഗ് പ്രോസസ് ആവശ്യമാണ്. അതായത് പുതിയ യന്ത്രവൽക്കരണ മെത്തേഡുകൾ വരുമ്പോൾ അവർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം ആവശ്യമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അറിയേണ്ടത്, അവരെ ഫലപ്രദമായി റീപാർട്ടിയേറ്റ് ചെയ്തുകൊണ്ട് ഫലപ്രദമായിട്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജി കേരളത്തിൽ ആവശ്യമാണ്. ഈ സ്ട്രാറ്റജി ഏതുകൊണ്ടാണ്? പലപ്പോഴും കഠിനമായ കയറ്റിറക്ക് തൊഴിലുകൾ ചെയ്യാൻ പലർക്കും പ്രായാധിക്യം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവരെ മറ്റു മേഖലയിൽ വികേന്ദ്രീകൃത ആസൂത്രണം വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ട് കാർഷിക മേഖലയിലോ മറ്റു ഉൽപാദന മേഖലയിലോ അവരുടെ സേവനം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല? രണ്ടാമത്തത്, സേവന മേഖലയിൽ അവർക്കുതകുന്ന രീതിയിൽ, അവർ കൈവരിച്ച സ്കില്ലിന് ഉതകുന്ന രീതിയിൽ സേവന മേഖലയിൽ അവരുടെ സ്കില്ലുകൾ കൈവരിക്കേണ്ടതില്ലേ? അല്ലാതെ എല്ലാ കാലത്തും ചുമട്ട് തൊഴിലാളികളായി നിൽക്കുകയും അവർക്ക് പണിയില്ലാത്തപ്പോൾ മറ്റുള്ളവർ ഇറക്കുമ്പോൾ നോക്കുകൂലി നോക്കുകയും ചെയ്യുന്ന ഈ ഒരു നടപടിക്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അപ്പൊ ഇതിൽ ഒരു ഫലപ്രദമായ ഒരു മാറ്റം വരണമെങ്കിൽ തൊഴിലാളികൾ, ഈ ചുമട്ട് തൊഴിൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ അവരുടെ കായിക ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് വരുന്നവരാണ്. അപ്പോൾ ഇവരെ മറ്റൊരു പുനരധിവസിപ്പിക്കുന്ന മറ്റു തൊഴിൽ മേഖല ഏതാണോ അത് പറഞ്ഞ് മനസ്സിലാക്കുക, അവരത് ഉൾക്കൊള്ളുക, അതിന് കൃത്യമായ പരിശീലനം നൽകുക. അതോടൊപ്പം ഇതൊക്കെ മേൽനോട്ടം വഹിക്കാൻ, കൃത്യമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സർക്കാർ, കോടതി അവരൊക്കെ തയ്യാറാവേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഭാവിയിൽ തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ? അല്ല, അതിനുള്ള തുടക്കം ഇപ്പൊ തന്നെ വേണം. അതായത് അവരെ ഫലപ്രദമായി പുനരധിവസിപ്പിച്ചുകൊണ്ട് അവർക്കും യാതൊരു പ്രശ്നങ്ങളില്ലാതെ, അതോടൊപ്പം അവരുടെ ജീവസന്ധാരണം വേണ്ട രീതിയിൽ നടക്കുന്ന രീതിയിലും, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കായിക ശേഷിയുള്ള ചുമട്ട് തൊഴിലാളികളെ, കുറഞ്ഞ പ്രായത്തിലുള്ള ചുമട്ട് തൊഴിലാളികളെ റീറ്റെയിൻ ചെയ്തുകൊണ്ട്, ഇപ്പോഴും തന്നെ പറയുന്ന രജിസ്ട്രേഷൻ കാർഡുള്ളവർ ഏതാണ്ട് 1.25 ലക്ഷവും രജിസ്ട്രേഷൻ കാർഡ് ഇല്ലാത്തവർ 1.25 ലക്ഷവും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് രജിസ്ട്രേഷൻ കാർഡ് ഇല്ല? അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഫലപ്രദമായി തുടങ്ങണം. അതിനുള്ള ഒരു തുടക്കം വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ സ്കെയിലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു സുസ്ഥിര പരിഹാരമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കൃത്യമായ പുനരധിവാസ പ്ലാൻ അത് കോടതിയുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മയാണ് യുവാക്കൾ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന കാരണമെന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം അതിലേക്കും തിരിച്ചു വരാം. 2021 പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല ചുമട്ടുതൊഴിൽ ചെയ്യുന്ന മനുഷ്യരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അവരെ മറ്റു തൊഴിലുകളിലേക്ക് മാറ്റിക്കൊണ്ട് യന്ത്രങ്ങളെ ഈ പണികൾ ഏൽപ്പിക്കണമെന്ന് ഒരാഴ്ചക്കിടയിൽ 2ാമത്തെ തവണ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കുറുപ്പമ്പടിയിൽ നിന്നും KM മത്തായിയാണ്. എന്താണ് ഈ ഒരു കോടതിയുടെ നിരീക്ഷണത്തോട് താങ്കളുടെ അഭിപ്രായം? ഈ കോടതിയുടെ നിരീക്ഷണം വളരെ കറക്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം
ഞാൻ ഒരു 73 സെന്റിൽ റബ്ബർ വച്ചിട്ട് അത് വെട്ടി വിൽക്കുന്നതിന് വേണ്ടി ഒരു കച്ചവടക്കാരന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ നോക്കുകൂലിയായിട്ട് അവര് 15,000 രൂപ വാങ്ങിക്കൊണ്ടുപോയി. അതേ സമയത്ത് ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ നോക്കുകൂലി ഇല്ലെങ്കിൽ ആ കാശ് കൂടി ആ കർഷകന്, അതായത് കർഷകനായി എനിക്ക് കിട്ടേണ്ടതാണ്. ഹലോ, ശരി 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 കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ ഈ നോക്കുകൂലി എന്ന പേരില്, അതായത് ഒരു കർഷകൻ, പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. കർഷകന്റെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ അവിടെ ചുമട്ടുതൊഴിലാളിക്ക് കാശ് കൊടുക്കും. എല്ലായിടത്തും ഈ നോക്കുകൂലി അല്ലെങ്കിൽ ചുമട്ടുതൊഴിലാളികളുടെ അമിതമായ കൂലികൾ വെച്ച് നോക്കുമ്പോൾ കർഷകന് ജീവിക്കാൻ പറ്റാതെ കേരളത്തിലെ കൃഷി ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ കെ മത്തായി, അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഇത്തരത്തിൽ നോക്കുകൂലി, അതുപോലെ ചുമട്ട് തൊഴിലാളികളെ കുറിച്ചിട്ട് കർഷകരുടെ പലതരത്തിലുള്ള പരാതികൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മുടെ കൂടെ ചേരുന്നു, രാജൻ പിള്ള കരുനാഗപ്പള്ളിയിൽ നിന്ന്. പറഞ്ഞോളൂ അഭിപ്രായം. നമസ്കാരം. പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, ഈ കോടതി ഇന്ന് പറഞ്ഞ ഒരു നിരീക്ഷണം എത്ര അശാസ്ത്രീയമാണ്. ചുമട്ടുതൊഴിലാളികള് ചെയ്യുന്ന ജോലി ഇന്നും പൂർണ്ണമായി നമുക്ക് ഏതെങ്കിലും യന്ത്രത്തെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമോ? ഒരു ലോറിയിൽ നിന്ന് ചാക്ക് ഇറക്കി മറ്റൊരു ലോറിയിലേക്ക് കയറ്റുക, ഒരു ഗോഡൌണിൽ നിന്ന് ചാക്കെടുത്ത് മറ്റൊരു ലോറിയിൽ കയറ്റുക, ഗൂഡ്സ് ട്രെയിനിൽ വരുന്ന ചാക്കുകൾ ഗോഡൌണിൽ നിറയ്ക്കുക, ഇങ്ങനെയുള്ള തൊഴില് ഏതെങ്കിലും യന്ത്രത്തെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമോ? അപ്പോ ചുമട്ടുതൊഴിലാളികൾ ചെയ്യുന്ന ജോലി പലരും ഒരു യന്ത്രത്തെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നതല്ല. ആധുനിക കാലത്ത് യന്ത്രങ്ങൾ പലതും ഉപയോഗിക്കണം എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ പൂർണ്ണമായി മെക്കനൈസ് ചെയ്യാൻ കഴിയുന്നതല്ല. കോടതിയുടെ നിരീക്ഷണം അശാസ്ത്രീയമാണ്. പിന്നെ നോക്കുകൂലി എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയമായ സമ്പ്രദായ രംഗത്തുള്ളത് കൊണ്ട് അതില്ലാതാക്കാൻ ചുമട്ടുതൊഴിൽ തന്നെ നിരോധിക്കണമെന്ന് പറയുന്ന കോടതിയുടെ നിരീക്ഷണം തലവേദന വന്നാൽ തല വെട്ടിക്കളയണമെന്ന് പറയുന്നതിന് തുല്യമാണെന്ന് തന്നെ എന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി നടത്താൻ കഴിയുന്ന നിരീക്ഷണമല്ല കോടതി നടത്തിയെന്നാണ് എന്റെ അഭിപ്രായം. ശരി, സോമരാജൻ പിള്ള അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ശ്രീ വി ആർ പ്രതാപൻ, ഇത്തരത്തിൽ രണ്ടഭിപ്രായമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് കോടതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചുമട്ടുതൊഴിൽ ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങൾ സർക്കാർ ഹൈക്കോടതിയെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഈ തൊഴിലാളികളെ കൃത്യമായി പുനരധിവസിപ്പിക്കണം, അവരുടെ സുരക്ഷ കൃത്യമായിട്ട് നോക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരും ഒരു അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ അനുകൂല നിലപാടുമായി സർക്കാരും കോടതിയൊക്കെ വരും ദിവസങ്ങളിൽ മുന്നോട്ട് വന്നാൽ, അതോടൊപ്പം ഇന്ന് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇത്തരത്തിൽ ചുമട്ട് തൊഴിലാളികൾ ഇവരെയൊക്കെ നിലനിർത്തണമെന്നുള്ള ഒരു വാശി. അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പരിഷ്കാരങ്ങളെയും എല്ലാ നവീന ആശയങ്ങളെയും ഉൾക്കൊള്ളാൻ സന്നദ്ധമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും തൊഴിലാളി യൂണിയനുകളും അതിനോടൊക്കെ യോജിക്കുന്നവരുമാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ താല്പര്യത്തെ മുൻനിർത്തിയല്ല സംസ്ഥാനത്തെ ചുമട്ട് തൊഴിലാളികളെ നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ ഇത് എത്രയോ സംവത്സരങ്ങളായ ആളുകൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിയമജ്ഞന്മാരുടെ ഇടയിൽ, ജഡ്ജിമാരുടെ ഇടയിൽ, സൈന്യത്തിൻ്റെ ഇടയിൽ, എല്ലാ മേഖലകളിലും അങ്ങനെ ഒറ്റപ്പെട്ട ചില കുഴപ്പങ്ങളോ ക്രിമിനലുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വ്യാപകമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണിയെടുത്ത് ജീവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000-കണക്കിന് തൊഴിലാളികൾ തൊഴിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് വളരെ നാമമാത്രമായ കേസുകളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഹൈക്കോടതിക്കായാലും മറ്റ് താഴെയുള്ള കോടതികൾക്കായാലും പരിശോധിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ അതുകൊണ്ട് പരിഷ്കാരങ്ങളെ അല്ലെങ്കിൽ കാലോചിതമായ മാറ്റങ്ങളെ തൊഴിലാളി യൂണിയനുകൾ ഉൾക്കൊള്ളുന്നു. പല അവസരങ്ങളിലും വ്യത്യസ്ത ചേരികളിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ പല ആവശ്യങ്ങൾക്കായി യോജിച്ച പ്രക്ഷോഭത്തിലും യോജിച്ച പ്രവർത്തനങ്ങളിലുമാണ്. ചുമട്ട് തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പോലും പഠിക്കാനും കാര്യക്ഷമമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി ട്രേഡ് യൂണിയനുകൾ തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ഐക്യവേദി ഉണ്ടാക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കാനും പരിശോധിക്കാനുമൊക്കെയുള്ള ഉപസമിതികളെ ഞങ്ങൾ യൂണിയനുകൾ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലോടൊന്നും യൂണിയനുകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള വിമുഖതയില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല. കേരളത്തിൽ കുഴപ്പങ്ങൾ തൊഴിലാളികൾ സൃഷ്ടിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നൊരു സത്യമാണ്. സത്യത്തിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ഘടകമെന്ന് പറയും നമ്മുടെ സംസ്ഥാനത്തെ കോൺട്രാക്ടർമാരും കരാറുകളുമാണ്. ഒരു കാര്യം ഞാൻ തിരിച്ച് ചോദിച്ചോട്ടെ, ഇപ്പോൾ കോടതിയോടായാലും നിരീക്ഷകരായാലും ഭരണകൂടങ്ങളോടായാലും ഈ
ചുമട്ട് തൊഴിലാളികൾ തടസ്സപ്പെടുത്തുന്ന ഈ മേഖലകളിൽ ഞാനീ പറഞ്ഞ പോലെ 50 ലക്ഷമോ 1 കോടിയോ മുടക്കി ഒരു വീട് വച്ചിട്ട് അതിൻ്റെ ഒരു TC വാങ്ങിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണക്ഷൻ എടുക്കാൻ, ഒരു വൈദ്യുതി കണക്ഷൻ എടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 1 ലക്ഷവും 2 ലക്ഷവും രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള സംസ്ഥാനത്ത് ഈ ചുമടെടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പോലും ചെറിയ ആനുകൂല്യം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ അവരെ കുറ്റം പറയുകയില്ല. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് പല മേഖലകളിലും ആശാസ്യമല്ലാത്ത പല നടപടികളും നിലനിൽക്കുന്നുണ്ട്. കോർപ്പറേഷനുകളിൽ, സർക്കാർ ഓഫീസുകളിൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കൊള്ളരുതായ്മകളാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. മറിച്ച് നോക്കൂ, ഇവിടെ വെയിലെന്നില്ല, മഴയെന്നില്ല, രാത്രിയില്ല, പകലില്ല, അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നാമമാത്രമായ കൂലി പറ്റി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായ നിയമം കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് അത് നടപ്പാക്കാനുള്ള എല്ലാ മെക്കാനിസവും ഉള്ള സ്റ്റേറ്റാണ് കേരളം. നിങ്ങൾക്കൊരു തൊഴിൽ മേഖല ഒരു പ്രശ്നമുണ്ടായാൽ 1 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഈ സമീപകാലത്ത് ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഏകദേശം 2 ലക്ഷത്തിന് മുകളിലുള്ള ആ ഒരു തൊഴിലാളികളുടെ അവരുടെ ഒരു വിയർപ്പിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു വില ഒരിക്കലും കോടതിയോ അല്ലെങ്കിൽ സർക്കാരോ നമ്മൾ ആരും വില കുറിച്ച് കാണുന്നില്ല. അവരെ കൃത്യമായി പുനരധിവസിപ്പിച്ചുകൊണ്ട് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കട്ടെ. ശ്രീ TP സേതുമാധവൻ, ഇന്ന് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. അത് നമുക്കിന്ന് പറയാതെ പോകാൻ കഴിയില്ല. പോത്തൻകോട് കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഈ യുവാക്കൾ ഇത്രത്തോളം ക്രൂരകൃത്യങ്ങളിലേക്ക് കടക്കുന്നതിന് തൊഴിലില്ലായ്മ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിലെ തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ്? നമുക്കറിയാം, ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ ഒരു അവസ്ഥ. എത്രത്തോളം രൂക്ഷമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ശരാശരിയേക്കാളും തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. അതിന്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യുവാക്കളുടെ ഒരു മനസ്സ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് വൈറ്റ് കോളർ ജോബിനോടാണ് വലിയ പ്രധാനപ്പെട്ട താല്പര്യം. അയൽ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയിട്ട് ഇത്തരം ഇവിടെ ചെയ്യാൻ പറ്റുന്ന തൊഴിൽ തന്നെ അവർ പോയി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിൽ ഏതാണ്ട് 35-40 ലക്ഷത്തോളമാണ് അയൽ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് തൊഴിൽ ചെയ്യുന്നത്. അതും അവിദഗ്ധ മേഖലകളിൽ അവർ തൊഴിൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ നമ്മുടെ യുവാക്കൾക്ക് താല്പര്യമില്ല. പക്ഷെ അയൽ സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പോയിട്ട് നമ്മുടെ യുവാക്കൾ ഇതേ തൊഴിൽ ചെയ്യുന്നു. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഇത് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബിരുദധാരികളിലാണെങ്കിൽ തൊഴിൽ ലഭ്യത മികവ് ഏതാണ്ട് 25% താഴെ മാത്രമാണ്. അപ്പൊ ഈ തൊഴിൽ ലഭ്യതയ്ക്ക് വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ് മാത്രം പോരാ. അതിനോടൊപ്പം അവർക്ക് മനോഭാവത്തിലും അതുപോലെ തന്നെ തൊഴിൽ നൈപുണ്യ ശേഷി, സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ സ്കിൽ വികസനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റ് സ്കിൽ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച രീതിയിലേക്ക് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടി KDISC എന്നൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റ് കുറെ അധികം പറഞ്ഞു പോകേണ്ട ഒരു വിഷയമാണെന്ന് ബോധ്യമാണ്. പക്ഷേ നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. 2 അതിഥികൾക്കും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഏകദേശം 50 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ എടുക്കുന്ന ആ ഒരു തൊഴിൽ നമ്മുടെ കേരളത്തിലെ മാനവവിഭവശേഷിയെ, നമ്മുടെ യുവാക്കൾക്ക് ഏത് തരത്തിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് സർക്കാർ ആലോചിക്കട്ടെ. ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈമുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. നമസ്കാരം.